ma'am. Okay. So, എന്ത് കാര്യമാണ് അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടി ആ കുട്ടിയുടെ ഒരു കുട്ടിക്കാലത്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേദ് എന്ന് പറയുന്ന കുട്ടിയുടെ ചൈൽഡ്ഹുഡ് മറ്റുള്ള കുട്ടികളിൽ നിന്നും ഡിഫറെന്റ് ആയിരുന്നോ? വേദ് എന്ന് പറയുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ ആളുടെ കുട്ടിക്കാലം ഡിഫറെന്റ് ആയിരുന്നോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തോ ഒരു കുട്ടിയുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ കുട്ടിക്കാലവുമായിട്ട് ചൈൽഡ്ഹുഡുമായിട്ട് റിലേറ്റഡ് ആയ സ്റ്റോറി ആണെന്ന് മനസ്സിലാവുന്നു. വേദ് എന്ന് പറയുന്ന കുട്ടീന്റെ കാര്യമാണ് ഇതിനകത്ത്. ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, ഓട്ടോബയോഗ്രഫി മീൻസ് ഒരാളുടെ ലൈഫ് ആണ് ഇത്. ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവമാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് കഥ എന്ന് നോക്കാം. ഓക്കെ. In India, as elsewhere, every girl or boy has fond and warm memories of his childhood. From the day he begins to talk to his mother and father. Invariably, a child learns and recognizes the faces of his mother and father, of sisters and brothers who play with him, or the servants who prepare his meals, or watch him play in a nursery full of toys. He must also remember the rich colors of the butterflies and birds which children everywhere always love to watch. But when I was 3.5, all these memories were expunged, and with the prolonged sickness, I started living in a world of 4 senses. That is, a world in which colors and faces and light and darkness are unknown. Okay. അപ്പോ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ വേദിന്റെ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ജനറൽ ആയിട്ടാണ് പറയുന്നത്. ഇൻ ഇന്ത്യയിൽ ഏതൊരു എവിടെയാണെങ്കിലും എവറി ഗേൾസ് ഒരു ബോയ്സ്, ഏതൊരു കുട്ടിക്കും, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഏതൊരു കുട്ടിക്കും ഹാസ് ഫോണ്ട് ആൻഡ് വോം മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്തിനെ കുറിച്ച് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാവും. നമുക്കൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഒരുപാട് ഓർമ്മകൾ നമ്മുടെ കുട്ടിക്കാലവുമായിട്ട്, ഒരുപാട് മെമ്മറീസ് നമുക്കൊക്കെ ഉണ്ടല്ലോ അല്ലെ. നമ്മുടെ കുട്ടിക്കാലം എന്താണ് എന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ. നമ്മള് നമ്മുടെ ഫാദർ, മദർ, അല്ലെങ്കിൽ ബ്രദർ, സിസ്റ്റർ, നമ്മുടെ കൂടെ കളിച്ചവര്, നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന സെർവന്റ്, നമ്മള് നഴ്സറിയിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോയി കളിച്ചപ്പോ ഉപയോഗിച്ച ടോയ്സ്, അല്ലെങ്കിൽ നമ്മുടെ KG ടൈം, നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഇതെല്ലാം ഉണ്ടല്ലേ. അച്ഛനമ്മ, ബ്രദർ, സിസ്റ്റർ, നമുക്ക് ആരൊക്കെയാണോ നമുക്ക് ചുറ്റുമുള്ളത് അവരെയൊക്കെയുള്ള ഒരു ഓർമ്മകൾ നമുക്കുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തുണ്ട്? ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺസ്, അങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകൾ. നമ്മൾ കളിച്ച് നടന്ന പുഴവക്ക്, അല്ലെങ്കിൽ തോട്, അല്ലെങ്കിൽ പറമ്പ്, കുറ്റിപ്പര. നിങ്ങൾക്കറിയോ നമ്മൾ ഈ കളിവീട് ഉണ്ടാക്കി കളിക്കുന്ന, ഞങ്ങളൊക്കെ പറയുന്നതിന്റെ കുറ്റിപ്പര എന്നാണ്. ചെറിയ വീടൊക്കെ ഉണ്ടാക്കി കളിക്കും, അതുപോലെ മണ്ണപ്പം ചുട്ട് കളിക്കും. അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉള്ള നല്ലൊരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. ബട്ട് when I was 3.5, ഇനി നമ്മുടെ കഥാനായകന്റെ വേദിന് when I was 3.5, 3.5 വയസ്സായപ്പോൾ ഇദ്ദേഹത്തിന്റെ എല്ലാ മെമ്മറീസും എക്സ്പങ്ഡ്, എല്ലാം പോയി, ഇല്ലാതെയായി. കാരണം എന്താ? വിത്ത് പ്രൊലോങ്ഡ് സിക്നെസ്, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ട് 3.5 വയസ്സില് ഈ കുട്ടിയുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. മീൻസ് ആ കുട്ടിക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് 4 സെൻസസ്. ആകെ 4 സെൻസസ് മാത്രമേ ഈ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. അതായത് മെമ്മറി പലതും പോയി. എന്തൊക്കെയാ പോയത്? എ വേൾഡ് ഇൻ വിച്ച് കളേഴ്സ് ആൻഡ് ഫേസസ് ആൻഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ആർ അൺനോൺ. ഈ കുട്ടിക്ക് കളേഴ്സ് ഓർമ്മയില്ല, കളേഴ്സ് അറിയാതെയായി. പല മുഖങ്ങളെയും
പല വ്യക്തികളെയും അറിയാതെയായി. ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, ഇരുട്ടും വെളിച്ചവും ഒക്കെ അറിയാതെയായി. ഒരവസ്ഥ ആലോചിച്ചു. ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഈ കുട്ടിക്ക് ഓർമ്മയില്ലാണ്ട് 3.5 വയസ്സിൽ ഒരു അസുഖം വന്നതാണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ട് കുട്ടിയുടെ ഓർമ്മശക്തിയെല്ലാം പോയി. ഓക്കെ, shall I move? First paragraph okay ആണോ? Yes, ma'am. Okay. If my age and sickness deprived me of the treasured memories of sight, they also reduced things which are valued so much in the sight world to nothing more than mere words empty of meaning. ഈ പ്രായത്തിൽ ഈ ഒരു അസുഖം കൊണ്ടുപോയത് എന്താണ്? ഒരുപാട് മെമ്മറീസ്, ഒരുപാട് സ്വപ്നങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകള് ഒരർത്ഥവും ഇല്ലാത്ത, ഇപ്പൊ ഒന്നുമില്ല, ഒരു വാക്കുകളോ ഒന്നുമില്ലാത്തൊരു വേൾഡ് ആയിട്ട് മാറി. I started living in a universe where it was not the flood of sunshine streaming through the nursery window or the colors of the rainbow, a sunset or a full moon that mattered, but the feel of sun against the skin, the slow drizzling sound of the spattering rain, the feel of the air just before the coming of the quiet night, the smell of the grass on a warm morning. It was a universe where at first, but only at first, I made my way fumbling and faltering. എന്താണ് നിങ്ങൾക്ക്, എന്താണ് ഈ കുട്ടീനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ? ഓർമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടി. ഓർമ്മ നഷ്ടപ്പെട്ടു, ലൈഫിൽ നിന്ന് എല്ലാം പോയി. ആ കുട്ടിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു? എല്ലാം നഷ്ടപ്പെട്ടു. ആ കുട്ടിക്ക് കളേഴ്സ് അറിയില്ല, വ്യക്തികളെ അറിയില്ല, ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ലൈറ്റ് ഡാർക്ക് ഒന്നും അറിയില്ല, വെളിച്ചോ ഇരുട്ടോ ഒന്നും ആ കുട്ടിക്ക് അറിയാതെയായി. പിന്നെ ഇതൊന്നും ഇല്ലാത്തൊരു പ്രപഞ്ചത്തിലാണ് ഇപ്പോ ആള് ജീവിക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഇൻ എ യൂണിവേഴ്സ്. യൂണിവേഴ്സ് മീൻസ് പ്രപഞ്ചം. ആളിപ്പോ ജീവിക്കുന്ന ഈ ലോകത്തില് വേർ ഇറ്റ് വാസ് നോട്ട്, ഇതൊന്നും ഇല്ല കേട്ടോ. എന്തൊക്കെയാ ഇല്ലാത്തത്? ഫ്ലഡ് ഓഫ് സൺഷൈൻ സ്ട്രീമിങ് ത്രൂ ദ നഴ്സറി വിൻഡോ, അതായത് സൂര്യന്റെ പ്രകാശം ഇല്ല. ഓർ ദ കളേഴ്സ് ഓഫ് ദ റെയിൻബോ, റെയിൻബോന്റെ കളേഴ്സ് ഇല്ല. ഉണ്ട്, അതെല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും ആൾക്ക് അറിയില്ല. സൺസെറ്റ് ഇല്ല, അല്ലെങ്കിൽ ഫുൾ മൂൺ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സൂര്യനെ ആൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുപോലെ സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയുന്നത് സ്കിന്നിൽ വന്ന് തട്ടുമ്പോഴുള്ള ആ ഒരു വികാരം മാത്രമാണ്. അതുപോലെ തന്നെ മഴ സ്പാറ്റർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മഴ തെറിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്ന് തട്ടുന്ന ആ സൗണ്ട് മാത്രമേ അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ അത് മഴയാണെന്നും അല്ലെങ്കിൽ അതിന്റെ ഇമോഷൻസോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ കാറ്ററിയില്ല. അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തില് I made my way fumbling and faltering. Fumbling and faltering means ഞാൻ ആകെ പതറിപ്പോയി നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോ. അതായത് ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിൽ, ഇത്തരത്തിലുള്ള ഒരു പ്രപഞ്ചത്തിൽ ഒന്നും തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയിൽ പതറി നിൽക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ കഥാനായകനായ വേദ്. ക്ലിയർ? Okay, let's come to the first question. ഇതുപോലെ ഒരു പാസേജ് വന്നിട്ട് ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. What did the writer miss when he lost his sight? കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു അസുഖം കാരണം എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇല്ലാതെയായത്? Tick the right answer. Love of his family, the colors of the birds and butterflies, darkness, being able to recognize people, not eating his favorite food.
darkness, ഡാർക്ക്നെസ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കളേഴ്സ് ഓഫ് ദ ബേർഡ്സ് ആൻഡ് darkness, being able to recognize people. എല്ലാം നഷ്ടപ്പെട്ടു. അതായത് സൈറ്റ് പോയപ്പോൾ, കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ മെയിൻ ആയിട്ട് പോയത് കളേഴ്സ് ആണ്. ഇരുട്ടായപ്പോൾ കളേഴ്സ് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. The writer says it was a universe where at first, but only at first, I made my way, fumbling and faltering. What does he mean when he says, but only at first? ആദ്യമായിട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പതറിപ്പോയി എന്നാണ് പറയുന്നത്. അത് എപ്പോഴാണ് പതറിപ്പോയത്? He regained his sight. He learned to manage his daily life though he was blind. Someone else did all his work for him. ഇതിന്റെ ആൻസർ നമുക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് ആള് പതറിയത്? ആൾക്ക് ഇപ്പൊ 3.5 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ആൾക്ക്, അല്ലെങ്കിൽ ആൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ആൾക്ക് ഇപ്പോ കാഴ്ച തിരിച്ചു കിട്ടിയോ എന്നുള്ള ലെവലിൽ നമ്മൾ റീഡ് ചെയ്തിട്ടില്ല, അല്ലെ? ഫസ്റ്റ് പാസേജിൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടിയിട്ടില്ല. He learned to manage his daily life. ബ്ലൈൻഡ് ആണെങ്കിലും ഡെയിലി ലൈഫിനെ ആള് മാനേജ് ചെയ്യാൻ പഠിച്ചോ എന്നൊന്നും നമുക്ക് ഫസ്റ്റ് പാസേജിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. Yes, ma'am. How did Ved's family react to his blindness? ഈ വേദിന്റെ ഫാമിലി ഈ വേദിന്റെ ഈ ബ്ലൈൻഡ്നെസ്സിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? Were they are unhappy or did they think he could recover? What did they do about his problem? അവരുടെ അൺഹാപ്പി ആയിരുന്നു. ഫാമിലിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. അവര് അൺഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ അവര് ഈ പ്രശ്നത്തിൽ നിന്നും അവൻ റിക്കവർ ആകുമെന്ന് അവർ വിചാരിച്ചോ? What did they do about this problem? ഇതിനു വേണ്ടി, ഈ പ്രശ്നത്തിനെതിരെ അവരെന്താണ് ചെയ്തത്? About family. ഫാമിലി എന്താണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. It was good that I lost my sight when I did, because having no memories of seeing, there was nothing to look back to, nothing to miss. I went blind in November 1937. At that time, we were living in Gujarat, in the province of Punjab in northern India. After my sickness, we moved to Lahore, a few miles away, but the number of relatives who came to sympathize made my father ask for another transfer, this time to Karnal, where we had neither friends nor relatives. There, we got a cottage on the canal bank, built in very peaceful and quiet surroundings. ആക്ച്വലി ഈ മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം കൊണ്ട് നമ്മുടെ കുട്ടിക്ക് 3.5 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു. പ്രകൃതിയുടെ ഭംഗി, ബട്ടർഫ്ലൈസിന്റെ കളേഴ്സ്, അല്ലെങ്കിൽ ലൈറ്റ്, ഡാർക്ക്നെസ്, ഇതൊന്നും, അതായത് ഒന്നും കാണാനോ അറിയാനോ മെമ്മറിയോ ഒന്നുമില്ല, ഒരു ഓർമ്മയും ഇല്ലാത്തൊരു കുട്ടിയായി മാറി. അതിനെ റിക്കവർ ചെയ്തോ, ഫാമിലി അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സെക്കൻഡ് സെക്ഷനിൽ വന്നപ്പോൾ ഇറ്റ് വാസ് ഗുഡ്, നല്ലതായിരുന്നു. That I lost my sight when I did, because having no memories of seeing. എനിക്ക് കാഴ്ചയുടെ ഒരു ഓർമ്മയും എനിക്ക് ഉണ്ടായിരുന്നില്ല, കാഴ്ചയെ കുറിച്ചിട്ടുള്ള ഒരു മെമ്മറീസും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നന്നായിരുന്നു. There was nothing to look back. എനിക്കൊന്നും തിരിഞ്ഞു നോക്കാനും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും നഷ്ടപ്പെടാൻ, nothing to miss. എനിക്കൊന്നും നഷ്ടപ്പെടാനും ഉണ്ടായിരുന്നില്ല, ഒന്നും തിരിഞ്ഞു നോക്കാനും ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഒരു മെമ്മറിയും എനിക്കില്ല, ഓർമ്മകളില്ല. 3.5 വയസ്സിൽ എന്താണ്, കാഴ്ച നഷ്ടപ്പെട്ടു. അതിനർത്ഥം ഇപ്പോൾ ആൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്നൊരു ഇത് തോന്നുന്നില്ലേ നമുക്ക് വായിക്കുമ്പോ? ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അറിയില്ല, നമുക്ക് നോക്കാം. I went blind in November 1937. നവംബർ 1937 ബ്ലൈൻഡ് ആയി മാറിയത്. ഓക്കെ, ആ സമയത്ത് അവർ എവിടെയാ താമസിച്ചുകൊണ്ടിരുന്നത്? ഗുജറാത്തില്, ഇൻ ദ പ്രൊവിൻസ് ഓഫ് പഞ്ചാബ് ഇൻ നോർത്തേൺ ഇന്ത്യ. ഓക്കെ, ഈ പഞ്ചാബ്, നോർത്തേൺ ഇന്ത്യയിലെ പഞ്ചാബ് ഓർ ഗുജറാത്ത് ഏരിയയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആഫ്റ്റർ മൈ സിക്നെസ്, എനിക്കിങ്ങനെ അസുഖം വന്നപ്പോൾ അവർ എവിടേക്ക് പോയി?
വി മൂവ്ഡ് ടു ലാഹോർ. കുറച്ച് ദൂരത്തുള്ള ലാഹോറിലേക്ക് അവർ പോയി. ബട്ട് ദ നമ്പർ ഓഫ് റിലേറ്റീവ്സ്, ഒരുപാട് ആളുകളുടെ സിമ്പതി, അയ്യോ പാവം എന്നുള്ള വാക്ക് കേട്ട് അദ്ദേഹത്തിന് എന്തായി, അവരുടെ ഫാമിലിക്ക് അങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് കർണൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ അവർക്ക് ഫ്രണ്ട്സും ഇല്ല, റിലേറ്റീവ്സും ഇല്ല, ഒന്നുമില്ല. അവിടെ അവർ ഒരു കോട്ടേജിൽ, ഒരു ഒരു റിവർ തീരത്ത് ഒരു കോട്ടേജിൽ താമസം തുടങ്ങി. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല സറൗണ്ടിങ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതിനർത്ഥം ഫാമിലീസിന് ഇതൊരു പ്രശ്നമായിരുന്നില്ല, അല്ലെ? ഈ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഫാമിലി ആയിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ? ഓക്കെ. ആസ് മൈറ്റ് ബി എക്സ്പെക്ടഡ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ, ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് ടഫ് ഫോർ ഓൾ ഓഫ് us, for mother and my father, for my 3 sisters and my brother, and for me too. ബിഗിനിങ്ങിൽ, അതായത് ബ്ലൈൻഡ് ആയ സമയത്ത്, സ്റ്റാർട്ടിങ് ടൈമിൽ ഇത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. എനിക്കും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. The illness had left me weak. ഈ അസുഖം എന്നെ ഭയങ്കര ദുർബലനാക്കി മാറ്റി, എന്നെ വളരെ വീക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അസുഖം കാരണം. The servants avoided me as though I were an evil eye personified. സെർവൻസ് ഒക്കെ എന്നെ എന്തോ ഒരു ചെകുത്താനെ കാണുന്ന പോലെ കണ്ടിട്ട് എന്നെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. Okay, my sisters treated me with care as though I were a fragile doll and mother wept. അതായത് സെർവൻസ് ഒക്കെ എന്നെ ഭയങ്കര മോശം, അതായത് ചെറുത്താനുണ്ടായ സന്തതി എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ചെറുപ്പം മുതലേ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടല്ലോ, എന്നെ മോശം രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൈ സിസ്റ്റർ ട്രീറ്റഡ് മീ വിത്ത് കെയർ, എന്നെ ഒരുപാട് ശ്രദ്ധയോടുകൂടി, എന്നെ ഒരുപാട് സ്നേഹത്തോടുകൂടി എന്നെ ശ്രദ്ധിച്ച ഒരാൾ എന്റെ സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ, 3 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ് ആയിരുന്നു. ആസ് ദോ ഐ വേർ എ ഫ്രജൈൽ ഡോൾ. ഫ്രജൈൽ ഡോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരപ്പാവ, ഒന്നിനും കൊള്ളാത്ത ഒരു പാവ പോലെ ആയിരുന്നിട്ട് പോലും എന്നെ കൊണ്ട് ഒന്നിനും പറ്റുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എന്റെ അമ്മയും എന്റെ സിസ്റ്റേഴ്സും ഒക്കെ എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. My father, who was a doctor in the public health service, was grateful. Father ആരായിരുന്നു? പബ്ലിക് ഹെൽത്ത് സർവീസിലെ ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ ആയിരുന്ന എന്റെ ഫാദർ വാസ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാഡ് ഗോട്ട് prompt and good medical treatment. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ്, നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം delay would have affected my mind or endangered my life. അതായത് ട്രീറ്റ്മെന്റ് വൈകിക്കഴിഞ്ഞാൽ അത് എന്റെ മാനസികാവസ്ഥയെയും എന്റെ ശരീരത്തിനെയും എന്റെ ജീവിതത്തെയും ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഫാദർ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടി, എന്റെ ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും ഒക്കെ ഓക്കെ ആവാൻ അത് സഹായിച്ചു. ബട്ട് ഹി, ലൈക്ക് ദ റെസ്റ്റ്, ഹാഡ് നോ ഹോപ്പ്. അതായത് അവനൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ജീവിതത്തിലെ കുറിച്ച്. ഈ ഒരു ബ്ലൈൻഡ്നെസ് മാറും, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ മാറും എന്നുള്ള യാതൊരു പ്രതീക്ഷയും അവൻ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അച്ഛൻ ഡോക്ടറൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പോലും ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരാൻ പറ്റും എന്നുള്ളത്. തിരിച്ചു വന്നോന്ന് നമുക്കറിയില്ല, നോക്കാം. A stage of complete inaction therefore followed my blindness. അതായത് ഒരു കാലഘട്ടത്തിൽ എന്റെ ഈ അന്ധത കാരണം എനിക്ക് ഇനാക്ഷൻ ആയിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. In part, this was due to the immediate shock of the illness, but more important still, the difficult situation was caused by ignorance of the potentialities of a blind child. Since the only blind persons may parents so were beggars. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സി, എന്റെ ബ്ലൈൻഡ്നെസ് കാരണം കുറെ കാലം ഞാൻ ഇനാക്റ്റീവ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു ഞാൻ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബട്ട്
ഡ്യൂ ടു ദി ഇമ്മീഡിയറ്റ് ഷോക്ക് ഓഫ് സ്കിൽ, ഈ ഒരു അസുഖത്തിന്റെ പെട്ടെന്നുണ്ടായ ഈ ഒരു അസുഖം കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫാമിലിക്ക് ഒന്നും ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കുറച്ചു കാലം. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഞാൻ ഫേസ് ചെയ്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ദ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ്. ഒരു കണ്ണു കാണാത്ത കുട്ടിയുടെ കഴിവുകളെ അവഗണിക്കുന്നതായിരുന്നു ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. Since the only blind persons my parents saw were beggars. കാരണം എന്റെ പാരന്റ്സ് കണ്ട ബ്ലൈൻഡ് ആയ ആളുകളൊക്കെ ആരായിരുന്നു? ബെഗേഴ്സ് ആയിരുന്നു. യെസ്, ബെഗേഴ്സ് ആയ ആളുകളെ മാത്രമേ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ എന്റെ പാരന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ആയ കുട്ടികളുടെ അല്ലെങ്കിൽ ആളുകൾക്ക് കഴിവുകളുണ്ട്, പൊട്ടൻഷ്യാലിറ്റീസ്, അവർക്കും കഴിവുകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് എന്റെ പാരന്റ്സിന് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ബട്ട് നൗ, എന്നാൽ ഇപ്പോൾ ബൈ ഫേറ്റ് ഓർ ബൈ ദ വിൽ ഓഫ് ഗോഡ്, വിധി അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനം പോലെ, ബ്ലൈൻഡ്നെസ് ഹാഡ് സ്ട്രക്ക് നോട്ട് ഓൺലി എ ചൈൽഡ് ഓഫ് ദ വെൽ ടു ഡു ബട്ട് ദാറ്റ് ഓഫ് ആൻ എക്സലന്റ്ലി ട്രെയിൻഡ് ഡോക്ടർ who found his training in his instance useless. Still, his wide medical experience had prepared him for an acceptance of this tragedy, and he understood that any course of action must begin with the realization that I would be blind for the rest of my life. ഇനി ഇവിടെയാണ് കളി. ബട്ട് നൗ, എന്നാൽ ഇപ്പോ ബൈ ഫെയ്ത്ത് ഓർ ദ വിൽ ഓഫ് ഗോഡ്, വിധി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനം പോലെ, ബ്ലൈൻഡ്നെസ് ഹാഡ് സ്ട്രക്ക് നോട്ട് ഓൺലി എ ചൈൽഡ് ഓഫ് ദ വെൽ ടു ഡു, നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന, നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ മാത്രമല്ല ഈ ബ്ലൈൻഡ്നെസ് സ്ട്രക്ക് ചെയ്തത്, അല്ലെങ്കിൽ എന്താ പറയാ, നിശ്ചലമാക്കിയത്. എനിക്ക് വന്ന ഈ ബ്ലൈൻഡ്നെസ് എന്നെ മാത്രമല്ല ബാധിച്ചത്, പിന്നെ ആരെയും കൂടെ ബാധിച്ചു? ബട്ട് ദാറ്റ് ഓഫ് ആൻ എക്സലന്റ്ലി ട്രെയിൻഡ് ഡോക്ടർ, ഒരു ട്രെയിൻഡ്, അതായത് ഒരു ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ, ഒരു മെഡിക്കൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ഒരു എക്സലന്റ് ആയ ഒരു ഡോക്ടറുടെ ലൈഫിനെ കൂടെ ഇത് ബാധിച്ചു. ഏതാണ് ഡോക്ടർ? ഫാദർ who found his training in this instance useless. ഫാദറിന്റെ ഒരു തിരിച്ചറിവുണ്ട്, എത്ര മകനെ ട്രെയിൻ ചെയ്താലും ഇതിൽ നിന്നും മകനൊരു മാറ്റം വരില്ല, അത് വെറുതെയാണ്, അവനെ ട്രെയിൻ ചെയ്യുന്നത് വെറുതെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഫാദറിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു എന്നാ പറയുന്നത്. Still, his wide medical experience had prepared him for an acceptance of this tragedy. എത്ര മെഡിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹത്തിന് ഈ ഒരു ട്രാജഡിയെ സ്വീകരിക്കാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിലാണ്, അതുകൊണ്ട് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കുറെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വന്നു. ട്രാജഡി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് ആ ഫാദർ എത്തി. ആ ഫാദറിന് മനസ്സിലായി മകനൊരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്, അവൻ തിരിച്ചറിഞ്ഞു, എനി കോഴ്സ് ഓഫ് ആക്ഷൻ മസ്റ്റ് ബിഗിൻ വിത്ത് ദ റിയലൈസേഷൻ, എന്ത് ചെയ്തിട്ടും കാര്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. എന്തായിരുന്നു തിരിച്ചറിവ്? ദാറ്റ് ഐ വുഡ് ബി ബ്ലൈൻഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്, എന്റെ ലൈഫില് ഉടനീളം ഞാനൊരു ബ്ലൈൻഡ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ഒരിക്കലും കാഴ്ചശക്തി തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു സത്യം അവര് തിരിച്ചറിഞ്ഞു. Can I move to section 3? Yes, ma'am. Yes, ma'am. Ved's mother had her own ideas for why her son went blind. She also had her own methods of treating him. What were they?
Did they do him any good? Okay. ഇനി അമ്മയുടെ കാര്യം. അച്ഛന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഹീസ് എ മെഡിക്കൽ ഓഫീസർ. ആൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, പോകെ പോകെ ഈ ഒരു ട്രാജഡിയെ അവര് ആക്സെപ്റ്റ് ചെയ്തു. ഏത് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള സത്യം അവര് തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് അമ്മയുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. വേദ്സ് മദർ, വേദിന്റെ അമ്മ, ഹാഡ് ഹെർ ഓൺ ഐഡിയാസ് ഓഫ് വൈ ഹെർ സൺ വെന്റ് ബ്ലൈൻഡ്. മകൻ എന്തുകൊണ്ട് കാഴ്ചയില്ലാത്ത ഒരാളായി എന്നതിനെ കുറിച്ച് ഒരുപാട് ഐഡിയകൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ക്ലിയർ ചെയ്യാൻ അമ്മയ്ക്ക് ഒരുപാട് ഐഡിയകൾ ഉണ്ടായിരുന്നു. ഷീ ഓൾസോ ഹാഡ് ഹെർ ഓൺ മെത്തേഡ്സ് ഓഫ് ട്രീറ്റിംഗ് ഹിം. അവനെ ട്രീറ്റ് ചെയ്യാൻ അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു. വാട്ട് വേർ ദേ, എന്തൊക്കെയായിരുന്നു അത്? ഡിഡ് ദേ ഡു ഹിം എനി ഗുഡ്, അവൻ എന്തെങ്കിലും നല്ലത് ചെയ്തോ? അമ്മ അവന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്തോ? അപ്പൊ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ആരാ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നോക്കാം എങ്ങനെയാണ് അമ്മ ഇതിനെ ഫേസ് ചെയ്തത് എന്നുള്ളത്. മൈ മദർ ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇനി എന്റെ അമ്മേനെ കുറിച്ച് പറയുവാണെങ്കിൽ, കുഡ് നോട്ട് കൺവിൻസ് ഹെർസെൽഫ്, അവളെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയില്ല. ദാറ്റ് മൈ സൈറ്റ് വുഡ് നെവർ റിട്ടേൺ. ഷീ ഡിഡ് നോട്ട് ഹാവ് ദ മെഡിക്കൽ എക്സ്പീരിയൻസ് ഓഫ് മൈ ഫാദർ and she blamed something in her past for the tragedy. അതായത് എന്റെ അമ്മയ്ക്ക് ഈ ഒരു സത്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടില്ല എന്നുള്ള സത്യം ഉൾക്കൊള്ളാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്റെ അമ്മ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അച്ഛനെ പോലെ മെഡിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഷീ ബ്ലെയിംഡ് സംതിങ് ഇൻ ഹെർ പാസ്റ്റ് ഫോർ ദ ട്രാജഡി. ഈ ഒരു അവസ്ഥ വരാൻ അമ്മയുടെ തന്നെ ഭൂതകാലത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ചില ആളുകൾ കേട്ടില്ലേ, മുജ്ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ പറയില്ലേ ചിലരൊക്കെ. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ പാപം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാണ് എന്റെ മകൻ ഇങ്ങനെയൊക്കെ വന്നത്, അങ്ങനെയൊക്കെ പറയാറില്ലേ പലരും. യെസ് മാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് അമ്മ ഈ ഒരു അവസ്ഥയെ കാണുന്നത്. അമ്മ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാരണം അച്ഛനെ പോലെ മെഡിക്കൽ ഫീൽഡ് ഒന്നും അല്ല അമ്മ ഒരു സാധാരണ ഹൗസ് വൈഫാണ്. The family pundit upon whose advice mother had relied almost from her childhood was called in and consulted. ഒരു പണ്ഡിറ്റ് ഉണ്ട്, ആ കുടുംബത്തിൽ ഒരു പണ്ഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈദ്യൻ, ഒരു മുറി വൈദ്യൻ. അമ്മ എപ്പോഴും ചെറുപ്പകാലം മുതലേ ഈ ഒരു മുറി വൈദ്യനെയാണ് എപ്പോഴും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ കൺസൾട്ട് ചെയ്യുന്നത്. വാസ് കോൾഡ് ഇൻ ആൻഡ് കൺസൾട്ട്. അങ്ങനെ എന്റെ ഈ കാര്യവുമായിട്ടും അമ്മ ഈ മുറി വൈദ്യന്റെ അടുത്ത് പോയി. ഹി നോസ് മോർ അബൌട്ട് റിലീജിയൻ ആൻഡ് സയൻസ്. ഈ ആൾക്ക്, ഈ പണ്ഡിറ്റിന് ശാസ്ത്രവും അല്ലെങ്കിൽ മതവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഭയങ്കര അറിവായിരുന്നു. മദർ സെഡ് വിത്ത് പ്രൈഡ് ദാൻ എനി അതർ പണ്ഡിറ്റ് ഇൻ അവർ പ്രൊവിൻസ്. അമ്മയുടെ കാഴ്ചപ്പാടിൽ ഇയാളായിരുന്നു ദൈവം. മനസ്സിലായോ? അത്രയും ആ ഒരു പണ്ഡിറ്റിനെ, ചില ആളുകൾ ഉണ്ടല്ലോ, ചില മൊയ്ലിയന്മാര് അല്ലെങ്കിൽ ചില ജ്യോതിഷത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് അവർ തരുന്ന ചരടും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച അസുഖം മാറും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകള് അതിൽപ്പെട്ട ഒരാളിലാണ് അമ്മ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ കണക്കിൽ ഇയാളാണ് ഏറ്റവും വലിയ ആള്. I was taken before him. അയാളുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോയി. And for a long time as I sat in my mother's lap while he was lost in thought. അങ്ങനെ ഇദ്ദേഹം എന്തോ ചിന്തയിലായിരിക്കുന്ന സമയത്ത് അമ്മയുടെ മടിയിൽ എന്നെ ഇരുത്തി കുറേ സമയം അമ്മയുടെ മടിയിൽ എന്നെ എങ്ങനെ ഇരുത്തി ഇദ്ദേഹം എന്തോ ചിന്തയിലായിരുന്നു. എന്തോ മന്ത്രം ജപിക്കുന്നൊക്കെ പോലെ ഇരിക്കുകയായിരുന്നു. ആഫ്റ്റർ എ വൈൽ, കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ, he took my hand and examined the lines. എന്റെ കയ്യിൽ നോക്കിയിട്ട് കയ്യിലെ വരകളൊക്കെ ഇങ്ങനെ നോക്കി. Then he looked at mother's and he studied her forehead. അങ്ങനെ അമ്മേനെ പിന്നെ എന്താ ചെയ്ത, അമ്മേനെ നോക്കിയിട്ട് അമ്മയുടെ നെറ്റിമേൽ എന്തൊക്കെയോ നോക്കി. മംബ്ലിങ് സ്റ്റഡിലി, എന്തൊക്കെയോ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. നെറ്റീമ തൊട്ടിട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ടും അമ്മയുടെ നെറ്റിയിൽ തൊട്ടിട്ടൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. മംബ്ലിങ്, പിറുപിറുത്തുകൊണ്ടിരുന്നു. 1 minute. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ? കുട്ടികളുടെ സൗണ്ടോ മറ്റോ ഡിസ്റ്റർബൻസ് ഉണ്ടോ?
No, ma'am. ഇല്ല മാം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഡോർ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാ ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? No, ma'am. ഞാൻ അവരുടെ അടുത്തൊന്ന് സൗണ്ട് കുറയ്ക്കാൻ പറയട്ടെ. ഓക്കെ, കേൾക്കാലോ അല്ലെ? Yes, ma'am. Okay. Yes, ma'am. He said he found himself inadequate. Okay, അങ്ങനെ അമ്മയുടെ മടിയിൽ ഇരുന്നിട്ട് അവന്റെ കയ്യിലും അമ്മയുടെ നെറ്റിയിലും ഒക്കെ ഈ പണ്ഡിറ്റ് എന്തൊക്കെയോ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He said he found himself inadequate and more pundits would have to be consulted. At this request, they were called and questioned as to what atonement could be made. They all agreed that by doing penance for her sins, my mother could improve my chance of regaining sight. എന്താണ് അത്? ഇദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, ഇതെന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല, എന്റെ വലിയ ആളുകളെ വേറെയും കുറച്ച് ആളുകളുടെയൊക്കെ ഉപദേശം എനിക്ക് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറെയും ആരെയൊക്കെയോ വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഡൂയിങ് പെനൻസ് ഫോർ ഹെർ സിൻ, അവൾ ചെയ്ത പാപത്തിന്റെ പരിഹാരം. പെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം കേട്ടോ. പാപമോക്ഷം കിട്ടണമെങ്കിൽ, പാപമോക്ഷം ചെയ്താൽ മാത്രമേ അവൾ ചെയ്ത തെറ്റുകളുടെ, അവളുടെ മുജ്ജന്മത്തിൽ ചെയ്ത തെറ്റുകളുടെ ഫലമായിട്ടാണ് മകൻ ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ പാപമോക്ഷം ചെയ്താല് എന്താണ് മകന് സൈറ്റ്, കാഴ്ച തിരിച്ചു കിട്ടും എന്നൊക്കെയാണ് ഈ പണ്ഡിതന്മാരെ, സ്വാമികള് ഈ സ്ത്രീയെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. Okay. They prescribed methods ranging from intensive prayers to strenuous physical exertions, and for a fee they agreed to perform part of the necessary religious ceremonies. അതായത് എന്തൊക്കെയോ മന്ത്രം ചൊല്ലാന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ഇതിനൊക്കെ ഒരു ഇത്ര എമൗണ്ട്, റിലീജിയസ് സെറിമണീസിന് വേണ്ടിയിട്ട് മതപരമായ ചില കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിന് ഇത്ര എമൗണ്ടുകളൊക്കെ വേണം എന്നൊക്കെ ഇവര് ഡിമാൻഡ് ചെയ്തു. ഈച്ച് ഫുള്ളി ഹീഡഡ്, എല്ലാ പണ്ഡിറ്റുമാര് പറഞ്ഞതും ഈ my father would dislike such method, making it doubly hard for herself. അവൾ എന്താ ചെയ്തത്? അവൾക്കറിയായിരുന്നു എന്റെ ഫാദറിന് ഈ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുള്ളത്. ഇതുപോലത്തെ പണ്ഡിറ്റിന്റെ അടുത്തേക്ക് പോകുന്നൊന്നും എന്റെ ഫാദറിന് ഇഷ്ടമല്ല എന്നുള്ളത് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഫാദറിനോട് പറയാതെ സീക്രട്ട് ആക്കി വെച്ചു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? Yes, ma'am. Along with this religious council, there were a series of visits to hakims. Hakim means physicians who followed the Greek or Unani system for medicine. ഈ റിലീജിയസ് കൗൺസിലിന്റെ കൂടെ തന്നെ ഹക്കീംസിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റുകളും വീട്ടിലുണ്ടായി. അത് യുനാനി ചികിത്സയാണ്. ഓക്കെ, ഈ ചികിത്സയുടെ ഡോക്ടറായി ഹക്കീം അവിടെ വരാറുണ്ടായിരുന്നു. These cogs prescribed all types of concocted drops to put in my eyes. അതായത് concocted എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിലുള്ള ഡ്രോപ്സ് ഓഫ് മെഡിസിൻ ആണ്. ഇത് സ്ഥിരമായിട്ട് ഈ കുട്ടിയുടെ കണ്ണില് ഒറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? ഹക്കീംസ് കേട്ടോ. The surmas, which were administered at all hours of the day and night, burned and stung my eyes, and the only soothing part of the miserable ordeal was the loving caress of mother afterwards. എന്താണ് ഈ സാധനം? ഈ സുറുമ പോലെയുള്ള ഈ സംഭവം കണ്ണിൽ ഒറ്റിച്ചു കഴിഞ്ഞാല് ഭയങ്കര നീറ്റലും പുകച്ചിലും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ഒറ്റിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ ഒരു ഭയങ്കര കെയറിങ്, ലവബിൾ കെയറിങ് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം. ഇത് ഒറ്റിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലും വേദനയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ എന്താണ്, നമ്മുടെ അച്ഛൻ അറിയാതെയാണ് കേട്ടോ അമ്മ ചികിത്സിക്കുന്നത്.
അച്ഛൻ ഇതൊന്നും ഇഷ്ടമല്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അച്ഛൻ അറിയാതെയാണ് ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ അവിടെ നടക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് അമ്മ ചെയ്തിരിക്കുന്ന അമ്മയുടെ ഐഡിയാസ് ഇതൊക്കെയാണ്. ഓക്കെ, പണ്ഡിറ്റിന്റെ അടുത്ത് പോയിട്ട് മന്ത്രം ജപിച്ച്, അതുപോലെ തന്നെ ഹക്കീം ഒരു ഫിസിഷ്യൻ യുനാനി മെഡിസിൻ ട്രീറ്റ്മെന്റ് നടത്തുക, ഇതൊക്കെയാണ് നമ്മുടെ അമ്മയുടെ ഐഡിയാസ്. One night when my mother was administering these eye drops and I was protesting with a loud cries, my father unexpectedly returned. He asked and I told him why I was crying. He was very angry. അച്ഛൻ പുറത്തു പോയ സമയത്ത് ഒരു ദിവസം രാത്രി അമ്മ എന്റെ കണ്ണിൽ മരുന്ന് ഒറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ നീറ്റലും പുകച്ചിലും കാരണം ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേട്ടപ്പോ അച്ഛന് ഭയങ്കരമായിട്ട് he was very angry. ദേഷ്യം വന്നു. Okay. He forbade her to make any more visits to the Hakims and strictly prohibited the purchase of any more surumas. നിർത്തിക്കോളാൻ പറഞ്ഞു. ഇനി മേലാൽ ഇതുപോലത്തെ സാധനങ്ങളൊന്നും കുട്ടിന്റെ കണ്ണിൽ ഒറ്റിക്കരുത്, ഇതുപോലത്തെ ഹക്കീംസിനോടും ഇനി വീട്ടിൽ വരരുതെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് വോൺ ചെയ്തു. Then he gently lifted me from her arms and took me away. എന്നെ എടുത്തിട്ട് പോയി. അവളുടെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ട് പോയി. With steady hands he bathed my stinging eyes. എന്റെ കണ്ണൊക്കെ കഴുകി തന്നു. After this incident, even though we stopped going to Hakims, now and then applications of surumas continued till I was 11. But they were very mild. And my mother always obtained my consent in advance. പിന്നെ അച്ഛൻ എന്തായാലും ഹക്കീംസിന്റെ അടുത്ത് പോവാനോ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എനിക്കൊരു 11 വയസ്സ് വരെ ഈ സുറുമ കണ്ണിലൊഴിക്കുന്ന സിസ്റ്റം അമ്മ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അമ്മയുടെ ഒരു വിശ്വാസപ്രകാരം അമ്മ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. How did Ved's father deal with his son blindness? അച്ഛൻ എങ്ങനെയാണ് ഈ മകന്റെ അന്ധതയെ, ബ്ലൈൻഡ്നെസ്സിനെ ഡീൽ ചെയ്തത്? ഇപ്പൊ അമ്മ ഡീൽ ചെയ്ത കഥ നമ്മൾ കേട്ടു അല്ലെ. അച്ഛൻ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ പോലും അച്ഛന് ആ ഒരു അത് റിയലൈസ് ചെയ്യാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതിനെ അച്ഛൻ എങ്ങനെയാണ് ഡീൽ ചെയ്തത്, കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് നോക്കാം അല്ലെ. നോക്കാം മാം. I remember other little tests my mother put me through. എന്റെ അമ്മ വേറെയും എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ എന്റെ കണ്ണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. One day she perceived that just before I arrived at a closed door, I would stop and reach for the handle to open it. ഒരു ദിവസം അമ്മ ചെയ്തത്, she perceived that just before I arrived at the closed door, ഒരു അടച്ച ഡോറിന്റെ അവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് അവൾ ചെയ്തു. അമ്മ എന്ത് ചെയ്തു? I would stop, ഞാൻ അവിടെ നിൽക്കണം, and reach for the handle to open it. ഈ ഹാൻഡിലിന്റെ അവിടെ എന്നെടുത്ത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് she began letting me go about the house by myself, and she discovered that I seldom ran into things. കംപ്ലീറ്റ് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും. Once again, she began letting me go about the house by myself. അവൾ എന്റെ അടുത്ത് ഒറ്റയ്ക്ക് പോവാൻ പറഞ്ഞു. And she discovered that I seldom ran into things. എനിക്ക് സെൽഡം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആട്ടോ, ഇല്ല എന്നുള്ളതാണ്. അമ്മ എന്റെ അടുത്ത് മുന്നോട്ട് പോവാൻ പറഞ്ഞു ഒറ്റയ്ക്ക്. അതായത് വീടിന്റെ ഡോർ അങ്ങ് അടച്ചു, എന്നിട്ട് ആ ഡോറിന്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. എന്നിട്ട് എന്നോട് ഓരോ സൈഡിലേക്ക് പോവാൻ പറഞ്ഞു. ആ സമയത്ത് അമ്മയ്ക്ക് അറിയാം, അമ്മയ്ക്ക് മനസ്സിലായി, ഷീ ഡിസ്കവേർഡ്, അമ്മ തിരിച്ചറിഞ്ഞു എനിക്ക് എന്താണ് സ്പീഡിൽ ഓടി ഓരോ സാധനങ്ങളുടെ അടുത്തേക്ക് എത്താൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി. She credited the Hakim and the stinging drops, but every evening she would hold her hand up before my face and ask me to tell her where it was.
അമ്മ എന്താ ചെയ്ത്? അമ്മ പിന്നെ കണ്ണിലുറ്റിച്ച സുറുമേനെയും അതുപോലെ ഹക്കീമിനെയും ഒക്കെയാണ് ക്രെഡിറ്റ് കൊടുത്തിരുന്നത്. എന്നാലും ക്രെഡിറ്റ് എല്ലാം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ പോലും അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഷി വുഡ് ഹോൾഡ് ഹെർ ഹാൻഡ് അപ്പ് ബിഫോർ മൈ ഫേസ്. അമ്മയുടെ മുഖം എന്റെ മുഖത്ത്, അമ്മയുടെ കൈ എന്റെ മുഖത്ത് പല സൈഡുകളിലായിട്ട് അമ്മ വെക്കും. എന്നിട്ട് ആസ്ക് മീ ടു ടെൽ ഹർ വേർ ഇറ്റ് വാസ്. ഈ കൈ എവിടെയായിരുന്നു എന്നുള്ളത് പറയാൻ പറഞ്ഞു. ഐ മീൻ ഇറ്റ്സ് ലൈക്ക് എ പ്രാക്ടീസ് അല്ലെ? ഓരോ മുഖത്തിന്റെ സൈഡും അല്ലെങ്കിൽ ഓരോ ഭാഗവും തിരിച്ചറിയിപ്പിക്കാനുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു അത്. ഷീ യൂസ്ഡ് ടു ഷേക്ക് ഹെർ ഹാൻഡ് ബിഫോർ മീ സോ ദാറ്റ് myriads of pores next to, below and above my ears could feel her hand even when it was a foot away. പിന്നെ എന്താ അറിയോ, ഫസ്റ്റ് എന്താ ചെയ്തതെന്നറിയോ? ആദ്യം അവളുടെ കയ്യെ ഈ കുട്ടിയുടെ വേദിന്റെ മുഖത്ത് വെച്ചിട്ട് ഓരോ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് പറയാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്തത്? ഒരു ഫൂട്ട് അകലത്തില് കുറച്ച് ബാക്കിൽ നിന്നിട്ട് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. ഓക്കെ. മിരിയാഡ്സ് ഓഫ് പേഴ്സ് നെക്സ്റ്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, മിരിയാഡ്സ് എന്ന എണ്ണമറ്റ, ലോട്ട് ഓഫ് ഒരുപാട് കാര്യങ്ങള് ഒരു സ്റ്റെപ്പ് ബാക്കിൽ നിന്നിട്ട് മുകളില് താഴെ എന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇത് ഏത് സൈഡിലാണ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ പറയിപ്പിച്ചു. അപ്പൊ എന്താണ്, എന്റെ ചെവികൾ കൊണ്ട് എനിക്കത് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഓരോ സൗണ്ടുകളും ചെവിയെ കൊണ്ട് ഗ്രാസ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ദ എയർ കറൻസ് ഹെൽപ്ഡ് മീ ടു സ്പോട്ട് ഇറ്റ്. എയർ കറൻസ്, കൈ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആക്കുമ്പോൾ അവിടെ ഒരു എയർ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവർക്ക് ഒരുപക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ കണ്ണില്ലാത്ത ഒരാൾക്ക് ചെവി കൂർപ്പിച്ചിരുന്നാൽ ഈ എയറിൽ വരുന്ന വേരിയേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ത്രൂ പ്രാക്ടീസ്. അപ്പൊ അത്തരം പ്രാക്ടീസുകൾ അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ബട്ട് ഷി വാസ് ഇൻ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. പക്ഷെ അമ്മ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അമ്മ അതിൽ വേണ്ടത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഷി വാണ്ടഡ് മീ ടു ടെൽ ഹർ വെദർ ദ ലൈറ്റ് വാസ് ഓൺ ഓർ ഓഫ്. അമ്മയ്ക്ക് എന്തും കൂടെ വേണമായിരുന്നു, എന്നെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. ലൈറ്റ് അവിടെ ഓൺ ആണോ ഓഫ് ആണോ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു അമ്മയ്ക്ക്. When I failed this test, ഇതിൽ ഞാൻ പരാജയപ്പെട്ടപ്പോൾ she was unhappy again. But I soon caught on and would listen for the click of the switch and then tell her. ആദ്യമൊക്കെ ഞാൻ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഞാൻ സ്വിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിന്റെ കൗണ്ട് വെച്ച് നോക്കിയിട്ട് അത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു. Sometimes she would flick the switch very rapidly time and again. And I would always count the clicks and give her the right answer. ചിലപ്പോ അമ്മ എന്ത് ചെയ്തു, ഒരുപാട് പ്രാവശ്യം റാപ്പിഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തോന്നിയ പോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, വളരെ ഫാസ്റ്റ് ആയിട്ട് അത് കൗണ്ട് ചെയ്ത് കറക്റ്റ് ആൻസർ പറയണം. ഓക്കെ. അങ്ങനെ ഒരുപാട് പ്രാക്ടീസുകൾ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സക്സസ് ആയപ്പോൾ എന്താണ്, ലൈറ്റ് ഡാർക്ക് ആണോ അതുപോലെ ലൈറ്റ് ഉണ്ടോ എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി ഈ പ്രാക്ടീസിലൂടെ. ഈവൻ ഇത്രയും പ്രാക്ടീസിലൂടെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അമ്മ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കുന്നത്? നമ്മുടെ ഹക്കീമിനും അതുപോലെ തന്നെ പണ്ഡിറ്റിനൊക്കെയാണ്, സുറുമയ്ക്കൊക്കെയാണ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സെക്ഷൻ വായിച്ചു നോക്കട്ടെ. Although in my case there was an obstacle that seemed unsurmountable, father was determined to try everything. He read all available literature on blindness. He learned that almost all India's blind people had turned to begging for their livelihood or had become owners of pan and bidi shops, spent their days rolling nuts and condiments in a betel leaf or tobacco in a cigarette paper. He was determined that this was not going to be the fate of his second son, and he started corresponding with many of the prominent educational authorities asking for their advice.
The replies were not optimistic. For the blind, educational facilities and personnel were limited, and often the schools became semi-asylums with all aged grouped together in classes without any gradation system. അതായത് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫാമിലീസ് ഒക്കെ ബ്ലൈൻഡ്നെസ് എവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ? ബെഗേഴ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഒരിക്കലും എന്നെ ആ ഒരു ലെവലിലേക്ക് മാറ്റാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ബ്ലൈൻഡേഴ്സ് എവിടെയാ ഉള്ളത്? സിഗരറ്റിന്റെ ടൊബാക്കോ പാക്കറ്റ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നട്ട്സ് റോൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിട്ടാണ് ബ്ലൈൻഡ് ആയ കുട്ടികളെ കണ്ടിട്ടുള്ളത്. ഒരിക്കലും അച്ഛൻ എന്നെ ആ ലെവലിലേക്ക് തള്ളിവിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും എഡ്യൂക്കേഷണൽ അതോറിറ്റീസിനോടൊക്കെ അഡ്വൈസ് ചോദിച്ചു, മകനെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ ഇവരൊക്കെ നെഗറ്റീവായിട്ടാ പറഞ്ഞത്. സാധാരണ കുട്ടികളുടെ കൂടെ the replies were not optimistic, അതായത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. റിപ്ലൈസ് ഒന്നും അവർക്ക് പോസിറ്റീവ് ആയിരുന്നില്ല. കാരണം എന്താണ്? എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഒക്കെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു വെച്ചാൽ, മറ്റു കുട്ടികളുടെ കൂടെ ഈ ബ്ലൈൻഡ് ആയ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സിസ്റ്റം ഈ കുട്ടീനെ പഠിപ്പിക്കാൻ പോസിബിൾ ആയ അല്ലെങ്കിൽ അതിന് കഴിയുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഫാദറിന് എവിടെയും നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ തന്നെയാണ് വന്നത്. എന്നിരുന്നാലും അവരിതിലൊന്നും ഫെയിൽഡ് ആയില്ല. നോക്കാം എന്താണ് ലാസ്റ്റ് സംഭവിച്ചത്. My father still persisted because he knew that my staying at home would result in my becoming a pampered child. എന്റെ അച്ഛൻ, my father still persisted, ആരൊക്കെ എത്ര നെഗറ്റീവ് പറഞ്ഞാലും എന്റെ അച്ഛൻ പിന്നീടും വീണ്ടും 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 എനിക്ക് വേണ്ടിയുള്ള പല വഴികളും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. കാരണം എന്റെ അച്ഛൻ അറിയാം, ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ, സ്റ്റേയിങ് അറ്റ് ഹോം, വീട്ടിൽ തന്നെ ഇരുന്നാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഞാനൊരു പാമ്പേർഡ് ചൈൽഡായി മാറും, ഒരു അമ്മക്കുട്ടിയായി മാറും, ഒന്നിനും കൊള്ളാത്ത ഒരു നോർമൽ ചൈൽഡായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൽനെസ് ഉള്ള കുട്ടിയായിട്ടായിരിക്കും വളരുക എന്നൊരു പേടി എന്റെ അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള പല വഴികളും അച്ഛൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. He realized that I would have difficulty playing with the normal children. അദ്ദേഹം തിരിച്ചറിഞ്ഞു, നോർമൽ കുട്ടികളുടെ കൂടെ കളിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. And that my mother would always be afraid to let me leave the immediate premises. പക്ഷെ എന്റെ അമ്മ എന്താണ്, എന്നെ പുറത്തേക്ക് വിടാനും മറ്റുള്ളവരുടെ കൂടെ കൂടാനും ഒക്കെ എന്റെ അമ്മ എന്നെ വിടാൻ എന്റെ അമ്മയ്ക്കും പേടിയായിരുന്നു. അച്ഛനും അതേപോലെ തന്നെ അവനതൊന്നും കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അച്ഛനും ഉണ്ടായിരുന്നു. At last he heard of Dr. R.M. Halder, principal of Dadar School for the Blind in Bombay. ബോംബെയിലുള്ള ഡഡാർ സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ R.M. ഹാൾഡറിനെ കുറിച്ച് നമ്മുടെ അച്ഛൻ കേൾക്കുകയുണ്ടായി. My father wrote to him asking for advice. അച്ഛനൊരു എഴുത്തെഴുതി, ഒരു ഉപദേശം ചോദിച്ചുകൊണ്ട് എഴുത്തെഴുതി. Dr. Halder showed unusual interest in my case and promised to take special care and personal responsibility for me if I were sent to his school. എന്നെ അവന്റെ സ്കൂളിലേക്ക് അയക്കുവാണെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ കെയറും തരാം എന്നൊക്കെ ഈ ഡോക്ടർ ഹാൾഡർ അച്ഛന് ഒരു പ്രതീക്ഷ കൊടുത്തു, ഒരു ഹോപ്പ് കൊടുത്തു. When my mother learned of my father's decision to send me to the Dadar school, എന്നെ ഡഡാർ സ്കൂളിലേക്ക് അയക്കുന്നതിനെ കുറിച്ചുള്ള വിവരം എന്റെ മദർ അറിഞ്ഞപ്പോൾ, എന്റെ അമ്മ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, she was appalled. She could not understand the reason for sending me 900 miles away from home to attend school with orphans and children of the poorest classes. അമ്മ അതിന് എഗ്രി ചെയ്തില്ല, അപ്പാൾഡ്, അതിന് സമ്മതിച്ചില്ല. കാരണം എന്താണെന്നറിയോ, 9 miles എഗോ ആയിരുന്നു, ഒരുപാട് ദൂരമായിരുന്നു, വീട്ടിൽ നിന്നും ഒരുപാട് ദൂരമുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു ഈ കുട്ടീനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഓർഫൻസ്, അനാഥ കുട്ടികളുടെയും അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളുടെ ഒക്കെ കൂടെയായിരുന്നു മകനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ ഇതിനെ എതിർത്തു എന്നുള്ളതാണ് പറയുന്നത്. Yet she placed her faith in my father's superior judgment
and in her quiet way she agreed. Okay, പിന്നെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് അച്ഛന്റെ നിർബന്ധപ്രകാരം സുപ്പീരിയോറിറ്റിയെ മാനിച്ചുകൊണ്ട് അമ്മ കുഴപ്പമില്ല, അമ്മ അതിന് സമ്മതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വേദ് മെഹ്ത എന്ന് പറയുന്ന വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നും ലൈഫ് ഹിസ്റ്ററിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം, സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ലൈഫ് ഹിസ്റ്ററിയാണ്, ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോ വായിച്ചത്. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്ത് വേണം, ഇത് വായിച്ച് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫിൽ ചെയ്തിട്ട് വേണം വരാൻ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. നമ്മളിവിടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെൻഡിങ്ങിൽ ഇട്ടിരുന്നു. He regained his sight. He learned to manage his daily life, though he was blind. എന്തായിരുന്നു ഇതിന്റെ ആൻസർ? The writer says, I was a universe where at first, but only at first, I made my way fumbling and faltering. എന്താണ് ഇതുകൊണ്ട് ബട്ട് ഓൺലി അറ്റ് ഫസ്റ്റ്, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം എന്നുള്ളത് കൊണ്ട് ഈ യൂണിവേഴ്സിറ്റി, ഈ പ്രപഞ്ചം എനിക്ക് ഭയങ്കര പതറുന്നതായിട്ട് തോന്നി എന്ന് പറയാൻ കാരണം, ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം എനിക്ക് ഈ ലോകത്തിൽ ഒരു പതർച്ച ഫീൽ ചെയ്തു എന്ന് പറയാൻ കാരണം എന്താ? ഈ റീഗെയിൻഡ് ഈ സൈറ്റ്, ആൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയോ? No, ma'am. No, ഇല്ല. അപ്പൊ നമുക്ക് അതിന് ആൻസർ കിട്ടി. കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ടില്ല. He learned to manage his daily life though he was blind. അല്ലേ? ആള് എന്താണ്, അന്ധനാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ ആൻസർ. ഓക്കെ, സോ ഇതുപോലെ കുറെ ആൻസേഴ്സ് നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. വളരെ ഈസിയാണ്, നത്തിങ് ഡിഫിക്കൽട്ട്. റീഡ് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക് and send it to me if possible, and should ask me your doubts. Okay, next ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, Okay, ma'am. right, so shall we wind up? Okay, ma'am.